ഷമ്മാസ് KSUവിന്റെ അടുത്ത പ്രതിഷേധ പരിപാടി എന്നാണ് ഇപ്പോൾ വ്യാപകമായി എതിർ പ്രതിഷേധങ്ങളും ശക്തമായി കേരളം അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എതിർ പ്രതിഷേധം എന്നുള്ള നിലയിലല്ലോ കേരളത്തിന്റെ ആരോഗ്യ മന്ത്രിക്കെതിരെ ഒരു സ്വാഭാവിക കരിങ്കൊടി പ്രതിഷേധം ഉണ്ടായപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൃത്യമായ തിരക്കഥ ആസൂത്രണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ മന്ത്രിക്ക് പരിക്ക് പറ്റിയെന്ന് പറയുന്നു. ഞാൻ ഇപ്പോഴും ഈ റിപ്പോർട്ടർ ചാനലിന്റെ വേദിയിൽ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. മന്ത്രിക്ക് ഒരു തരത്തിലുള്ള പരിക്കും പറ്റിയിട്ടില്ല. ഞങ്ങൾ ഉൾപ്പെടെ നിർദ്ദേശിക്കുന്ന മെഡിക്കൽ ബോർഡിന് മുന്നിൽ ഹാജരായി മന്ത്രിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി സാധിക്കുമോ? ഇപ്പൊ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ് പോലീസ് സംവിധാനം. ഇവിടെ ജില്ലാ ആശുപത്രിയിൽ മന്ത്രിയുടെ മൊഴിയെടുക്കുന്ന ആരാന്നറിയോ? കടമ്പേരി രാജേഷ് എന്ന് പറയുന്ന അസോസിയേഷൻ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് നിന്നിട്ട് പറയാണ് എന്ത് ഇതാ ഇന്ന വകുപ്പിട്, ഇന്ന രീതിയിലേക്കുള്ള സെക്ഷനുകൾ അതിനകത്ത് കൂട്ടിച്ചേർക്ക്, BNSന്റെ ഇന്ന വകുപ്പിട്ടാൽ ഇന്ന രീതിയിലാവും, ജാമ്യം കിട്ടാൻ കുറച്ചും കൂടെ ദിവസം കഴിയും എന്ന രീതിയിലേക്ക് കൃത്യമായ ആഭ്യന്തര വകുപ്പിന്റെയും മുഖ്യമന്ത്രിയുടെയും പാർട്ടി നേതാക്കളുടെയും ഒത്താശയോടുകൂടി മന്ത്രിയുടെ മൊഴി ഉൾപ്പെടെ എടുത്ത് KSU നേതാക്കളെയൊക്കെ കേസിൽപ്പെടുത്തി അങ്ങ് ജയിലിൽ കടത്തിയിട്ട് ഇതിനെ അങ്ങ് ഇല്ലാതാക്കി കളയാന്നുള്ള ധാരണയൊന്നും തൽക്കാലം CPM വേണ്ട. പിന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഇവിടുന്ന് ഓഫീസിന് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലേക്ക് ഈ പറഞ്ഞ അക്രമവുമായി ബന്ധപ്പെട്ട് ഓഫീസ് ആക്രമിച്ച കടന്നു വന്ന SFI-കാരനും DYFI-കാരനും ഈ പറഞ്ഞ പ്രകാശ് മാഷ് ഇവിടെ വലിയ പ്രസംഗം നടത്തിയല്ലോ. മാഷിന്റെ ഈ പറഞ്ഞ തനി കൃത്യമായ ഭാഷ പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇമാതിരി കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ഇമാതിരി തോന്നിയവാസം കാട്ടിക്കൂട്ടാനാണ് മാഷും CPM നേതാക്കന്മാരും ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചതെങ്കിൽ, ഈ നാടകവുമായി ഇറങ്ങി തിരിച്ചതെങ്കിൽ ഞങ്ങളും കയ്യും കെട്ടി നോക്കിയിരിക്കാനൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് ഈ പറഞ്ഞ വൈകാരികമായ ഏറെ, നിങ്ങളിപ്പോ വീണ ജോർജ് വലിയ വൈകാരികം വനിത, ഞങ്ങളുടെ മന്ത്രി നേതാവ് എന്നൊക്കെ പറഞ്ഞ് വലിയ ഇല്ലാക്കഥ മെനഞ്ഞ് വൈകാരികത കൊള്ളുന്നുണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിമാനമാണ് ഞങ്ങളുടെ പാർട്ടി. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ വീടിനേക്കാളേറെ ഞങ്ങൾ സ്നേഹിക്കുന്ന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിനകത്തേക്ക് ഈ തെമ്മാടി കൂട്ടം ഈ പറഞ്ഞ കുറുവടിയും കല്ലും എടുത്ത് ആക്രമിക്കാൻ വരുമ്പോ, ഓഫീസിനകത്തേക്ക് ചില്ലുകൾ അടിച്ചു പൊളിക്കുമ്പോ അതൊന്നും കണ്ടിട്ട് ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളാണെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ധാരണ മാഷക്കും വേണ്ട, മാഷയുടെ വലിയ മാഷക്കും വേണ്ട. ഇവിടെ CPM കെട്ടിപ്പോക്കിയിട്ടുണ്ടല്ലോ കുറെ ചില്ലു കൊട്ടാരം പോലെ ഒരുപാട് കോടിക്കണക്കിന് രൂപ അഴിമതി പണം കൊണ്ട് കെട്ടിപ്പോക്കി ഓഫീസുകൾ തകർക്കാൻ ഞങ്ങൾക്ക് നിമിഷങ്ങൾ പോരെ. ഈ ജില്ലയിലെ പാർട്ടി പ്രവർത്തകർ ഒന്ന് മനസ്സ് വെച്ചാൽ അടിച്ചു പൊളിക്കുന്നതിന് ഈ പറഞ്ഞ ഏതെങ്കിലും ഇതുപോലുള്ള പോലീസിന്റെ ഒത്താശ വേണോ? ഇവിടെ കടന്നു വന്ന പോലീസിന്റെ ഒത്താശയോട് കൂടിയിട്ട് ഈ ഓഫീസിന് മുമ്പിലേക്ക് കടന്നു വന്നിട്ട് ഈ തോന്നിയവാസം മുഴുവൻ കാട്ടിക്കൂട്ടി സംസ്ഥാനത്തുടനീളം ഈ ആരോഗ്യമന്ത്രിയുടെ പേരും പറഞ്ഞ് ഈ നടിയുടെ മികച്ച നടിക്കുള്ള പുരസ്കാരത്തിന് അർഹയായ വീണ ജോർജിന്റെ ഇതൊരു ശരിയായ പ്രതികരണമാണോ? ഇപ്പോൾ സ്കൂൾ കാലത്തെ മോണോ ആക്ടിന്റെ ചിത്രമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് സൈബർ രംഗത്തെ ഞാൻ ചോദിക്കുകയാണല്ലോ ശ്രീ സലീം മടവൂർ, സൈബർ പോരാളികളുടെ ഭാഷയിൽ ആണോ KSU ഈ വിഷയത്തെ കാണേണ്ടത്? നിങ്ങൾ ഗൗരവത്തിലുള്ള ഒരു വിഷയം ഉന്നയിച്ചാണ് ഈ പ്രതിഷേധമെങ്കിൽ അതിൽ നിൽക്കുക. ഇതൊരു ശരിയായ സമീപനമല്ല. താങ്കൾ ചർച്ച നടത്തുമ്പോ പറയൂ. ഞങ്ങളുടെ നിലപാടും തൽക്കാലം താങ്കൾ ഇറക്കണ്ട. സ്മൃതി, താങ്കൾ ചർച്ച നടത്തുമ്പോ റിപ്പോർട്ടർ ചാനലിന്റെ ഫ്ലോറിലേക്ക് കല്ല് വന്ന് വീണ സ്മൃതിയുടെ വികാരം എങ്ങനെയായിരിക്കും? ഞാൻ ചോദിച്ചല്ലോ, ശ്രീ എം പ്രകാശിനോട് ചോദിച്ചല്ലോ. അതുകൊണ്ട് അമ്മാതിരി ഞങ്ങളുടെ നിലവാരവും തൽക്കാലം നിങ്ങൾ ഇറക്കാൻ നിൽക്കണ്ട. അല്ല, ഞാൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഇത് വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണ്. ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഈ പറഞ്ഞ ആരോഗ്യമന്ത്രി, നടന്നുപോയ ആരോഗ്യമന്ത്രി പിന്നീട് വാഹനത്തിൽ വരുന്നു, വീൽ ചെയറിൽ പോകുന്നു, കടന്നു പോകുന്നു, ICU-ലായി. എന്തോ മഹാഭാഗ്യത്തിന് കേരളത്തിലെ ആരോഗ്യരംഗത്തെ അവസ്ഥയെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കൊക്കെ ഉണ്ട്. മന്ത്രിയെ കൊണ്ടുപോയത് പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണെങ്കിൽ ഉറപ്പായും സ്മൃതി മന്ത്രി വെന്റിലേറ്ററിലാണെന്നുള്ള വാർത്ത നിങ്ങൾ കൊടുക്കേണ്ടി വന്നേനെ. ഞാൻ ഇപ്പോഴും പറയുന്നല്ലോ, മന്ത്രിക്ക് ഒരു തരത്തിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരിക്ക് പറ്റിയിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിലുള്ള പ്രയാസവും മന്ത്രിക്ക് ഉണ്ടായിട്ടില്ല. പോലീസ് സംരക്ഷണത്തിലായിരുന്നു മന്ത്രി. ഇപ്പൊ KSU നേതാക്കളെ കള്ളക്കേസിൽ കൂടുതൽ ജയിലിലടച്ച് ഈ നാട്ടിലെ പാർട്ടി ഓഫീസും കോൺഗ്രസ് ഓഫീസും ഒക്കെ തച്ച് തകർത്ത് അങ്ങനെ അങ്ങ് വിലസ് നടക്കാന്നുള്ള ധാരണ ഒരു SFI-കാരനും ഒരു DYFI-കാരനും വേണ്ട. എങ്ങനെയാ നേരിടണമെന്ന് നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട്. പരസ്പരം വെല്ലുവിളികൾ അത് അക്രമ സ്വഭാവത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. Debate with Smriti Parathikkad.